viewers, welcome back to Aegon Learning. This is Sanjus Miss. അപ്പോൾ മക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നമ്മുടെ ക്ലാസ് 9th ഫസ്റ്റ് ചാപ്റ്റർ ആണ്, കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റത്തിന്റെ ഘടന. അപ്പോൾ ഈ ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്ററിൽ നമ്മുടെ മിഡ് ടേം എക്സാമിന് ഹയർ മാർക്സിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് നീൽസ് ബോർ ആറ്റം മോഡൽ, നീൽസ് ബോറിന്റെ ആറ്റം മാതൃക എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ മാർക്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ടഫ് ആയതുകൊണ്ട് മിസ് അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ആ ടോപ്പിക് നമുക്ക് ഈ വീഡിയോയിലൂടെ സെറ്റ് ആക്കി എടുക്കാം. അപ്പോൾ എന്തായിരുന്നു ആറ്റം മോഡൽസ്? നമുക്കറിയാം, തോംസൺസ് ആറ്റം മോഡൽ ഉണ്ടായിരുന്നു, റദർഫോർഡ് ആറ്റം മോഡൽ ഉണ്ടായിരുന്നു. റദർഫോർഡ് ആറ്റം മോഡൽസിൻ്റെ ലിമിറ്റേഷൻസ്, പരിമിതികൾ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മുടെ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ വന്നിരിക്കുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ച്, വൈദ്യുത കാന്തിക സിദ്ധാന്ത പ്രകാരം നമുക്കറിയാം, ഒരു മോഷനിലുള്ള പാർട്ടിക്കിൾ, ഒരു ചാർജുള്ള ഒരു കണം, ചലിക്കുന്ന ഒരു കണം എന്ത് ചെയ്യും? എനർജി പുറത്തേക്ക് വിടും. അങ്ങനെ നമ്മുടെ ഇലക്ട്രോൺസ് എനർജി പുറത്തേക്ക് വിടുന്ന സമയത്ത് അത് വന്ന് ന്യൂക്ലിയസിൽ വീഴില്ലേ, നമ്മുടെ ന്യൂക്ലിയസ് കൊളാപ്സ് ആയി പോലെ, നശിച്ചു പോലെ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു റദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെതിരെ വന്നത്. അപ്പോൾ ആ ലിമിറ്റേഷൻസിനെ ഒക്കെ ഓവർകം ചെയ്തുകൊണ്ട് ആര് മുന്നോട്ട് വന്നു? നമ്മുടെ നീൽസ് ബോർ മുന്നോട്ട് വന്നു. നമ്മുടെ നീൽസ് ബോർ എന്ന സയൻറ്റിസ്റ്റ് ഒരു പുതിയ ആറ്റം മോഡലുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ആശയങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ എന്താണ് നമ്മുടെ നീൽസ് ബോറിൻ്റെ ആറ്റം മോഡൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് പറയുന്നത്? അതായത് നമുക്കറിയാം, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്യും. ഓർബിറ്റ്സിൽ ഒരു സർക്കുലർ പാത്തിൽ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? സർക്കുലർ പാത്തിൽ ഓർബിറ്റ്സിൽ ഇങ്ങനെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യും. അതായിരുന്നു ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്സ്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ആണ്, ഈ ഇലക്ട്രോൺസിന് എന്തുണ്ട്? ഈ ഓരോ ഓർബിറ്റിലും കറങ്ങുന്ന ഇലക്ട്രോൺസിന് ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്, ഒരു നിശ്ചിതമായിട്ടുള്ള എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റ്സിനെ എനർജി ലെവൽസ് എന്നാണ് വിളിച്ചത്. ഓക്കെ, ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓർബിറ്റുകളെ ഊർജ നിലകൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ആ ഓരോ ഇലക്ട്രോൺസിനും ഒരു ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഓർബിറ്റ്സിനെ എനർജി ലെവൽസ് എന്ന് വിളിച്ചു. ഓക്കെ, അതേപോലെ തന്നെ ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം, ഓക്കെ, നമുക്കറിയാം ഓരോ ഓർബിറ്റ്സും ഡെഫിനറ്റ് ആയിട്ടുള്ള എനർജീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഓർബിറ്റ്സിനും ഡെഫിനിറ്റ് എനർജീസ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെന്ത് വിളിച്ചു? സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിച്ചു. അതായത് ഈ ഓർബിറ്റ്സിൻ്റെ എനർജിയോ ഈ ഓർബിറ്റ്സിലുള്ള ഇലക്ട്രോൺസിൻ്റെ എനർജി എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. അതായത് ഇലക്ട്രോൺസിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ അവരെ സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 3 പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞു. അടുത്ത പോയിന്റ് ആണ്, നമുക്കറിയാം ന്യൂക്ലിയസ് ആണല്ലോ ഇത്, അല്ലേ? അപ്പോൾ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റ്സ് ഉണ്ടല്ലോ, സർക്കുലർ പാത്ത്. ഈ ഓർബിറ്റ്സിലൊക്കെ ആരുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും നമുക്കറിയാം ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തുള്ള ഓർബിറ്റിന് എനർജി കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഓർബിറ്റിന് കുറച്ചുകൂടെ എനർജി കൂടും. അപ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് കുറച്ചുകൂടെ ദൂരത്തേക്കുള്ള ഓർബിറ്റിന് കുറച്ചുകൂടെ എനർജി കൂടും. ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ഓർബിറ്റിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുക. അതായത് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഓർബിറ്റിൻ്റെ എനർജി കൂടും. ഓക്കെ, അപ്പോൾ ആ പോസ്റ്റുലേറ്റ് മനസ്സിലായല്ലോ. അതിനുശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു, നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു, ഇലക്ട്രോൺസ് പ്രദക്ഷിണം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺസ് പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഇതാണല്ലോ ലോവർ എനർജി ഉള്ള ഓർബിറ്റ്, അല്ലേ? ന്യൂക്ലിയസിന് അടുത്തുള്ളത് ലോവർ എനർജി ആയിരിക്കും. അപ്പോൾ ഈ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ഉള്ള ലെവലിലേക്ക് ഇലക്ട്രോണിന് പോകണമെങ്കിൽ, സപ്പോസ് ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് പോവാണ്. ഓക്കെ, ഹയർ എനർജി ലെവൽസിലേക്ക് പോകണമെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യണം? എനർജി അബ്സോർബ് ചെയ്യണം, അതായത് ഊർജം ആഗിരണം ചെയ്യണം. ഓക്കെ, അതായത് ലോവർ എനർജി ലെവലിൽ നിന്നും ഇലക്ട്രോൺ ഹയർ എനർജി ഉള്ള ഒരു ഓർബിറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യും? ഊർജം ആഗിരണം ചെയ്യും, അതർവൈസ് എനർജി അബ്സോർബ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണ് തിരിച്ച് ലോവർ എനർജി ലെവലിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? എനർജി ലിബറേറ്റ് ചെയ്യണം. എനർജി പുറത്തേക്ക് വിടണം.
ഓക്കെ, അപ്പോൾ ഹയർ ലെവലിലേക്ക് പോകുമ്പോൾ ഇലക്ട്രോൺസ് എനർജി അബ്സോർബ് ചെയ്യും, ലോവർ ലെവലിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇലക്ട്രോൺസ് എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. എന്ത് ചെയ്യും? പുറത്തേക്ക് വിടും, എമിറ്റ് ചെയ്യും. ഓക്കെ ആണോ? അതായത് എനർജി ഈസ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി. Okay, and energy is absorbed when the electrons shift from orbits of lower energy to higher energy orbits. Okay, അതായത് ഹയർ എനർജിയിലേക്ക് പോകണമെങ്കിൽ അബ്സോർബ് ചെയ്യണം, ലോവർ എനർജിയിലേക്ക് വരുന്ന സമയത്ത് എനർജി എമിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ആൻഡ് ഈ ഓർബിറ്റ്സിന് നമ്മൾ ഈ സ്റ്റേഷനറി എനർജി ലെവൽസ് ആയിട്ടുള്ള ഈ ഓർബിറ്റ്സിനെ ഷെൽസ് എന്ന് കൂടെ വിളിക്കും. ഇതിനെ ഓരോന്നിനെയും 1, 1, 2, 3, 4 എന്നിങ്ങനെ നമുക്ക് നമ്പർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തേതായിട്ടുള്ള ഷെല്ലിനെ നമുക്കറിയാം ഓർബിറ്റ്സിനെ ഷെൽസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒന്നാമതായിട്ടുള്ള ഷെല്ലിനെ കെ എന്ന് വിളിക്കാം, രണ്ടാമതായിട്ടുള്ള ഷെല്ലിനെ എൽ എന്ന് വിളിക്കാം, മൂന്നാമതായിട്ടുള്ള ഷെല്ലിനെ എം എന്ന് വിളിക്കാം, ആൻഡ് ലാസ്റ്റ് എൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഷെൽസിനെ 1, 2, 3, 4 എന്നതിനെ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? കെ, എൽ, എം, എൻ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാൻ പറ്റും. ഒന്നാമത്തത് കെ, രണ്ടാമത്തത് എൽ, മൂന്നാമത്തത് എം, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് എൻ ഷെൽ. ഓക്കെ, അതേപോലെ കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എൽ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എം ഷെല്ലിൽ മാക്സിമം 18 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ലാസ്റ്റ് എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 2n² എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് ആണ്. ഓക്കെ, കെ ആണെങ്കിൽ 1 എന്ന് വരും, എൽ ആണെങ്കിൽ 2 എന്ന് വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാവുന്നത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ. ഇവിടെ തന്നിരിക്കുന്നത് സൾഫർ ആറ്റം ആണ്. ഏത് ആറ്റമാണ്? സൾഫർ ആറ്റം. അപ്പോൾ ഈ സൾഫർ ആറ്റം നമുക്ക് ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കാം. ഒന്നാമത്തെ ഷെല്ലായ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ദർ ആർ 2 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. രണ്ടാമതായിട്ടുള്ള എൽ ഷെല്ലിൽ ഇവിടെ നോക്കിയേ, എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 8 ഇലക്ട്രോൺസ് ഉണ്ട്, 8 ഇലക്ട്രോൺസ് ഉണ്ട്. മൂന്നാമതായിട്ടുള്ള എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ഇലക്ട്രോൺസ് ഉണ്ട്, 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഇതാണ് സൾഫർ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് സർട്ടൈൻ ലോസിനനുസരിച്ച് എന്ത് ചെയ്യാണ്? നമ്മൾ ഓരോ ഷെല്ലിലും ഉള്ള ഇലക്ട്രോൺസിനെ നമ്മളൊരു ഓർഡറിൽ എഴുതുകയാണ്. ഷെല്ലിൻ്റെ ഓർഡറിൽ എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓർ ഇലക്ട്രോൺ വിന്യാസം എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. ക്ലോറിൻ ആറ്റം വിത്ത് ആറ്റോമിക് നമ്പർ 17, ഇതിൻ്റെ ആറ്റം മോഡലും വരച്ചു നോക്കുക, അതേപോലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും വരച്ചു നോക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ബോർ പോസ്റ്റുലേറ്റ്സ്, നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലിനെ പറ്റിയിട്ടും അതേപോലെ നീൽസ് ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.